തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് അംഗം വെള്ളനാട് ശശി കടയിൽ അതിക്രമിച്ചു കയറി സ്ത്രീകളെയും കുട്ടിയെയും മർദ്ദിച്ചെന്ന് പരാതി. കടയ്ക്ക് മുന്നിൽ ബോർഡ് വെക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഈ മർദ്ദനത്തിൽ കലാശിച്ചത്. ശശി കയ്യിൽ ശക്തിയായി മർദ്ദിച്ചെന്ന് 8 വയസ്സുകാരൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. പിരിവ് ചോദിച്ച് പലതവണ വെള്ളനാട് ശശി പ്രശ്നമുണ്ടാക്കിയെന്നും മർദ്ദനമേറ്റ കുട്ടിയുടെ അമ്മൂമ്മ ഗീത പറഞ്ഞു. വെള്ളനാട് ജംഗ്ഷനിലെ ഈ കടയ്ക്ക് മുന്നിലായിരുന്നു രാവിലെ വെള്ളനാട് ശശിയുടെ അതിക്രമം നടന്നത്. ഈ ബോർഡ് വെക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ്. അതിനുശേഷമാണ് 8 വയസ്സുകാരനെ മർദ്ദിക്കുകയും ആ കുട്ടിയുടെ അമ്മയെയും മുത്തശ്ശിയെയും മർദ്ദിക്കുകയും ചെയ്തത്. ചേട്ടൻ രാവിലെ ഉണ്ടായിരുന്നോ? ഞാൻ ഉണ്ടായിരുന്നു. എന്താ സംഭവിച്ചേ? ഞാനിവിടെ നിന്നപ്പോഴാണ് ഇത് നമ്മൾ ഇതിലിവിടെ വെള്ളം കെട്ടിക്കിടന്ന് ഈ അലമാരിയിൽ. അപ്പോൾ അതിനെ എടുത്ത് നൂത്ത് കല്ല് വെച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ വയ്ക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. കൊച്ചിന് വീഡിയോ പിടിച്ചപ്പോൾ കൊച്ചിനെ കല്ലിട്ട് അടിച്ചു കൊടുത്ത്. പിന്നെ അരുണിൻ്റെ ഭാര്യയെ തള്ളലും ഉണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയി. എന്താ സംഭവിച്ചത്? ഞാൻ വെളിയിൽ പോയപ്പോൾ അവിടെ എൻ്റെ മമ്മി അച്ഛമ്മയും അമ്മയും കൂടെ ശശി അപ്പൂപ്പനായിട്ട് അടിയുണ്ടായി. അപ്പോഴാണെങ്കിൽ ശശി അപ്പൂപ്പനാണെങ്കിൽ അവിടെ രണ്ടുപേരും നല്ല അടിയാണ് എന്നെ. അപ്പോൾ കുറേ നേരമായിട്ട് ഇത് തീരാത്തോണ്ട് ഞാൻ ഫോൺ എടുത്ത് വീഡിയോ എടുക്കാൻ പോയി. അപ്പോഴാണെങ്കിൽ ഈ വീഡിയോ എടുക്കുന്നതാണെന്ന് ചോദിച്ച് എൻ്റെ കൈ ദേഷ്യം പിടിച്ച് എൻ്റെ കയ്യിലോട്ട് മറ്റേ നമ്മളെ ഈ ഒറ്റ അടി എൻ്റെ ഈ കയ്യിലോട്ട് ഒറ്റ അടി. എൻ്റെ ഫോണൊക്കെ തെറിച്ച് പോയി വീണ്. ഞങ്ങൾ ഒരു ഹോട്ടൽ നടത്തുന്നുണ്ട് ഇവിടെ പോസ്റ്റ് ഓഫീസിൻ്റെ അടുത്ത്, വെള്ളനാട് പോസ്റ്റ് ഓഫീസിൻ്റെ അടുത്ത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ബോർഡ് സാധാരണ സ്വാഭാവികമായിട്ട് എല്ലാവരും ബോർഡ് വയ്ക്കും, ഹോട്ടലൊക്കെ നടത്തുമ്പോൾ ബോർഡ് വയ്ക്കും. അതുപോലെ ഞങ്ങളും ബോർഡ് വെച്ചു. അപ്പോൾ ഇയാൾ വന്ന് പറഞ്ഞു അത് എൻ്റെ പാർക്കിംഗ് ഏരിയയാണ്, ഞാനാണ് ഈ റോഡ് ഉണ്ടാക്കിയത്, അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് ബോർഡൊക്കെ എടുത്ത് മാറ്റണമെന്ന് പറഞ്ഞു. കൈ ഊങ്ങി പല്ല് പിടിച്ച് ഇങ്ങനെ ഒന്നും കുറേയൊക്കെ നമ്മൾ തട്ടി മാറ്റും. ഒരു ഇടി മമ്മിയുടെ നെഞ്ചിൽ ഇവിടെ നെഞ്ചിൽ കയറിക്കൊണ്ട് തട്ടി, അതുകൊണ്ട് ശക്തിയായിട്ട് വന്നില്ല. ഇവിടെ കയറി തട്ടി എക്സ്റേ എടുത്ത് വേറെ കുഴപ്പമൊന്നുമില്ല. ഈ സമയത്ത് കുറച്ച് പിരിവ് പൈസ ചോദിച്ചായിരുന്നു. അപ്പോൾ ഇല്ല, കൊടുക്കാൻ പറ്റിയില്ല. അങ്ങനെ തന്നെയാണോ കരുതുന്നത്? പിരിവ് കൊടുക്കാത്തതുകൊണ്ടോ? ആയിരിക്കും, അല്ലാതെ പിന്നെ ഞങ്ങളുടെ അടുത്ത് വൈരാഗ്യം തോന്നാൻ യാതൊരു ആവശ്യമില്ല. ഞങ്ങളുടെ പിന്നെ അയൽവക്കക്കാരനല്ല, യാതൊന്നുമല്ല. വെള്ളനാട് ശശി നേരത്തെ കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു, കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാവുമായിരുന്നു, ജില്ലാ പഞ്ചായത്ത് അംഗവുമായിരുന്നു. അതിനുശേഷം ജില്ലാ പഞ്ചായത്ത് അംഗം രാജിവെച്ചിട്ടാണ് CPM-ൽ ചേരുന്നത്. വീണ്ടും ഇവിടെ നിന്ന് മത്സരിച്ച് ജില്ലാ പഞ്ചായത്ത് അംഗമായി 2 മാസം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിലാണ് വിജയിച്ച ജില്ലാ പഞ്ചായത്ത് അംഗമായത്. അതിനുശേഷമാണ് ഈ അതിക്രമങ്ങൾ ഇവിടെ കാട്ടിക്കൂട്ടിയത്. ആര്യനാട് പോലീസ് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേസെടുക്കുമെന്ന് പോലീസും അറിയിച്ചിട്ടുണ്ട്.